2012-13 കാലത്താണ് നാഷണൽ പവർ ഗ്രിഡ് വന്നത്. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് നാഷണൽ പവർ ഗ്രിഡ് വന്നപ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തു നിന്നും ഏത് സംസ്ഥാനത്തേക്കും വൈദ്യുതി കൊണ്ടുവരാന്ന് വെച്ചപ്പോൾ ആസാമിൽ നിന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്ന് വേണമെങ്കിൽ, ഛത്തീസ്ഗഡിൽ നിന്ന് വേണമെങ്കിൽ കേരളത്തിലേക്ക് വൈദ്യുതി വാങ്ങാം നമുക്ക്. രണ്ടാമത്, സ്പോട്ട് ബില്ലിംഗ് എന്നൊരു സമ്പ്രദായം വന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വൈദ്യുതി കിട്ടും. പക്ഷെ അപ്പോൾ വിലയുടെ വ്യത്യാസം ഉണ്ടാവും. അത് മറികടക്കാനാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്പനിയുമായി ദീർഘകാല കരാർ ഒപ്പിട്ടു. ഒരു 450 മെഗാവാട്ട് 4,500 രൂപയ്ക്ക് കരാർ ഒപ്പിട്ടു. അത് ദീർഘകാല കരാറാണ്. ആ കരാറിന്റെ ഗുണം എന്താ വെച്ചാൽ അത് അത്രയും വർഷം ആ എമൗണ്ടിന് നമുക്ക് തന്നോളണം. വില മാർക്കറ്റിൽ കൂടിയാലും കുറഞ്ഞാലും. പിന്നെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ വൈദ്യുതി റെഗുലേറ്ററി? ഞാൻ പറയാം, അതിലേക്ക് വരാം. അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, രണ്ടാമത് വന്നത് LDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പവർ കിട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും നാഷണൽ ലെവലിൽ തന്നെ ഡിമാൻഡ് കുറഞ്ഞു. ഒരുപാട് പവർ സ്റ്റേഷനുകൾ പുതുതായിട്ട് കമ്മീഷൻ ചെയ്തു. ഇപ്പൊ കൂടംകുളം നമ്മുടെ അടുത്തുള്ളത്, കൂടംകുളമൊന്നും അല്ല പ്രധാനം, അതിനേക്കാളൊക്കെ കൂടുതൽ നിരവധി പവർ സ്റ്റേഷനുകൾ പല സ്ഥലത്ത് കമ്മീഷൻ ചെയ്തു. മാത്രമല്ല വ്യവസായ ആവശ്യം കുറഞ്ഞു, ഗാർഹിക ആവശ്യമാണ് കൂടിയത്. അപ്പോൾ അതുപോലെ കൺസ്ട്രക്ഷൻ, വ്യാപാരമൊക്കെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വ്യവസായ ആവശ്യം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മിക്കവാറും ഇലക്ട്രിസിറ്റി ബോർഡുകൾക്ക് ലാഭം ഉണ്ടാവും. കാരണം വെച്ചാൽ വ്യവസായത്തിന് കുറഞ്ഞ നിരക്കില്ല പണം കൊടുക്കുക. നേരെ മറിച്ച് ഗാർഹികവും കമേഴ്സ്യലും വ്യാപാരത്തിനുള്ളതും റേറ്റ് കൂടുതലാണ്. ഇപ്പം വ്യവസായത്തിന് കൊടുക്കുന്ന റേറ്റിലല്ല നമുക്ക് വൈദ്യുതി തരണം, അത് വ്യാപാരത്തിനാകുമ്പോൾ കുറെ കൂടി കൂടും. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകൾ വലിയ വിഷമം അറിഞ്ഞില്ല. കാരണം വ്യാപാര മേഖല കൂടി. ഈ മൂന്നാം നമ്മൾ പറയില്ലേ, കാർഷികം, വ്യവസായികം, വാണിജ്യം, മൂന്നാം മേഖല, ആ മേഖലയിൽ ഉപയോഗം കൂടുകയും ഗാർഹിക ഉപയോഗം കൂടുകയും ചെയ്തപ്പോൾ ഈ ഉൽപാദനം കൂടിയത് ഒരു പരിധി വരെ മാനേജ് ചെയ്തു. മാത്രമല്ല അപ്പോൾ എക്സസ് വൈദ്യുതി ഉണ്ടായി. കാരണം ഒരു വ്യവസായ സ്ഥാപനത്തിന് വൈദ്യുതി കുറഞ്ഞാൽ അത് ഒരു 1000-10,000 വീടുകൾക്കുള്ള വൈദ്യുതി ഉണ്ട്. കാരണം വ്യവസായ സ്ഥാപനം ഇല്ലാണ്ടായോ അതിന് വൈദ്യുതി കുറഞ്ഞാൽ. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വൈദ്യുതി എക്സസ് ആയി. എല്ലാ സംസ്ഥാനങ്ങളിലും എക്സസ് ആയി കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമെന്നൊരു സ്ഥിതി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ LDF ഗവൺമെന്റ് ഈ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുന്ന അതിന്റെ പൈസ വെച്ചിട്ടാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് 3.50-നോ 4 രൂപയ്ക്കോ കിട്ടും, ഇവിടെ 4.29. അപ്പൊ എന്ത് വേണം? നഷ്ടമാണ് എന്ന് പറയും, ഇത് അഴിമതിയാണെന്ന് പറയും. അതാണ് മുഹമ്മദ് അഴിമതി നടത്തിയുണ്ടാക്കിയ കരാറാണെന്നും അതുകൊണ്ട് ഇത് റദ്ദാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞ വാഹനത്തുനിന്ന് പൊട്ടി വീഴുന്ന പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്.